നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇവിടേക്ക് വന്നത് എന്തിനാന്ന് എനിക്കറിയാം. നീ പറഞ്ഞാലൊന്നും മനസ്സിലാകുന്നവരല്ല ഇവിടെ ഉള്ളവരാരും. മനുഷ്യനെ മനസ്സിലാക്കുന്ന സ്വഭാവം എന്റെ വീട്ടുകാർക്കില്ല. നിന്നോട് ആര് പറഞ്ഞു വീണ്ടും ഈ വീടിനകത്ത് കയറാൻ? അത് അവന്തികെ, വീട്ടിൽ വരുന്നവരുടെ മാന്യത നോക്കി വേണം സൽക്കരിക്കാൻ. നീ എന്തിനാ ഇവനെ എഴുന്നള്ളിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവന്നത്? അത് അച്ഛാ, സേതു, ഇതൊരു പ്രശ്നമാക്കണ്ട. അയാളുടെ സാധനം എടുക്കാൻ വന്നതല്ലേ, എടുത്തിട്ട് പൊയ്ക്കുള്ളൂ. വേണ്ട മാഷെ, എനിക്ക് വേണ്ടി മാഷെ സംസാരിക്കണ്ട. പറയാനുള്ളതൊക്കെ സാറ് പറഞ്ഞോട്ടെ. എനിക്കും എല്ലാവരോടും ചിലത് പറയാനുണ്ട്. നിന്റെ കുമ്പസാർ ഇവിടെ ആർക്കും കേൾക്കണ്ടെങ്കിലോ? നീ പറയാൻ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങള് മിണ്ടാതിക്കുന്നത് നിന്നെ ഭയന്നോ നിനക്ക് രണ്ടെണ്ണം തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ഇനി ഇവിടെ നിന്ന് വാചകടിച്ച് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ ഇറങ്ങി പോടാ പുറത്ത്. നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നെ എവിടെ തല്ലിയാലും ഞാൻ കൊള്ളും. പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. നിന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? സച്ചേ, വേണ്ട. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ധനുഷ് പോകാൻ നോക്ക്. പോകാം മാഷെ. ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലെന്നറിയാം. ചിലപ്പോ ആരെയും കാണാനും സാധിച്ചില്ലെന്ന് വരും. മനസ്സിലുള്ളത് പറയാതെ ഞാനിവിടുന്ന് പോയാ നാളെ ഒരു സമയം എനിക്കെന്തെങ്കിലും പറ്റിയ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാ എനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ആരുടെയും മുന്നിൽ വന്ന് നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാ ഞാൻ. അനാഥനായ ഒരുത്തൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനോ പകരം വീട്ടാനോ വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തല്ലാം, കൊല്ലാം. എങ്കിലും ഞാൻ ചെയ്യാത്ത തെറ്റുകൾ എന്റെ മേൽ ചാർത്തി എന്നെ കുറ്റവാളിയാക്കരുത്. മതി നീ പറഞ്ഞത്. നിന്റെ നിരപരാധിത്വം ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്കാ. ഞാനാണല്ലോ അനുഭവിച്ചത്. ഇനി ഒരു വാക്ക് നിന്റെ നാവിന്ന് വന്നാ ഇനി സംസാരം ഉണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ വീണ്ടും പറയാ, ഇറങ്ങിപ്പോ. നീ എന്തിനാണ് ഇങ്ങനെ നടന്ന് മോങ്ങുന്നത്? നിന്റെ ആരെങ്കിലും ചത്തുപോയോ? ഏട്ട പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോടാ. ധനുഷ്, നീ ഇവിടേക്ക് വന്നത് എന്തിനാന്ന് എനിക്കറിയാം. നീ പറഞ്ഞാലൊന്നും മനസ്സിലാകുന്നവരല്ല ഇവിടെ ഉള്ളവരാരും. മനുഷ്യനെ മനസ്സിലാക്കുന്ന സ്വഭാവം എന്റെ വീട്ടുകാർക്കില്ല. അതുകൊണ്ട് നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടുന്നേ. നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതിന്റെ മുഴുവൻ കാരണക്കാരി ഞാന്. എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് നിനക്കിപ്പോ ഈ അവസ്ഥ വന്നത്. ഇവിടെ ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകണ്ട. നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്. ധനുഷിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് മറ്റാരുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരുമിച്ചിറങ്ങാം നമുക്ക് ഈ വീട്ടിൽ നിന്ന്. നിക്ക, എടുത്ത് തന്നെ വിട്. നീ ആരുടെ കൂടെ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ
എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ ഏട്ടന്റെ ഭാര്യയല്ല, ഞാനാ. തീരുമാനമൊക്കെ നീ തന്നെ ആയിക്കോ. പക്ഷെ അത് ഇവന്റെ കൂടെ ജീവിക്കണോ എന്നുള്ളതാവരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. വിടാനല്ലേ പറഞ്ഞത്? ഈ സന്ദർഭം ഉണ്ടാവാതിരിക്കാനാ നിന്നോട് മാന്യമായി തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞത്. നീ എന്ത് കണ്ടിട്ട് ഇവന്റെ കൂടെ പോകാൻ നോക്കുന്നേ? നിന്നെ നിന്റെ അച്ഛനെ അടക്കം ഇവിടെയുള്ള എല്ലാവരെയും ചതിച്ചവനാ ഇവൻ. ദാ ഈ നിൽക്കുന്ന നിന്റെ ഏട്ടനെ പിടിച്ചോണ്ടുപോയി ഉപദ്രവിച്ചു. നിന്റെ ഏട്ടൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത നീ എന്തിനുള്ള പുറപ്പാടാ? നീ സ്നേഹിക്കുന്നു പറയുന്ന ഈ നിൽക്കുന്നവന്റെ മുഖഭാവം നീ ഒന്ന് നേരെ ശ്രദ്ധിച്ചാ നിനക്ക് മനസ്സിലാവും ഈ കാണുന്ന ഒന്നും അല്ല ഇവനെന്ന്. ഇത്ര ആളുകൾ നിൽക്കുന്നിടത്ത് നീ അവനെ മാത്രമേ കാണുന്നുള്ളൂ, സ്നേഹിക്കുന്നുള്ളൂ. ആ നിൽക്കുന്ന നിന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്ക്. സ്വന്തം മോള് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന കണ്ടോ? തകർന്നു നിൽക്കുന്ന നിന്റെ ഏട്ടന്മാരെ കണ്ടോ? അതൊന്നും കാണാതെ ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ എവിടെയൊക്കെ ഇറങ്ങിപ്പോ നിൽക്കുന്നേ? പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം മനസ്സിലാക്കിക്കാനും നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനും അറിയാൻ പാടില്ലാത്തോണ്ടല്ല ഇവിടെ ആരും ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ. അതോർത്ത് വേണം നീ പറയാനും ചെയ്യാനും. എന്റെ നല്ല ജീവിതത്തിന് തന്നെയാ ഞാൻ ധനുഷിന്റെ കൂടെ പോകുന്നത്. നാളെ ഒരു സമയത്ത് ഞങ്ങളുടെ ജീവിതം കണ്ട് അച്ഛനും ഏട്ടന്മാര് സന്തോഷിക്കും. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ധനുഷ്, നമുക്ക് പോവാം. സ്നേഹ, അർച്ചന മാഡം പറഞ്ഞതിലും കാര്യമുണ്ട്. സേതു സാറും നിന്റെ ആങ്ങളമാർ നിൽക്കുന്ന നീ കണ്ടില്ലേ? സാർ കണ്ടോ? ഞാൻ വിളിക്കാതെ തന്നെ സാറിന്റെ മോൾ എന്നോടൊപ്പം വരാൻ തയ്യാറായത്. അത് ഞാൻ സ്നേഹിക്ക് കൊടുത്ത ആത്മാർത്ഥമായ ഇഷ്ടത്തിന്റെ ഫലമായിട്ടാ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോ ഈ നിമിഷം സ്നേഹ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാം. പക്ഷെ ഞാനത് ചെയ്യില്ല. അത് അവളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, ഈ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവരെയും ഓർത്തിട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.